Good morning, dear children. Hope you all are happy and safe at homes. Dear children, do you remember what we had learned in our previous class? Yes, in our previous class, we had learned about longitude and time. Longitudes help us to calculate time. Time is measured by the movement of the earth. As we all know, the earth moves on its axis from west to east. It is called rotation. It takes 24 hours to complete one rotation. That means in 24 hours, the earth completes 360 degree. Therefore, we can say that it takes about 4 minutes for crossing 1 degree of longitude, or it takes 1 hour in crossing 15 degrees of longitude. ആ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് 360 ലോങ്ങിറ്റ്യൂഡ്സ് ഉണ്ട് ഫുള്ള് അല്ലേ, കംപ്ലീറ്റ് 360 ലോങ്ങിറ്റ്യൂഡ്സ് ഉണ്ട്. അപ്പോൾ ഈ 360 ലോങ്ങിറ്റ്യൂഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എർത്തെടുക്കുന്ന ടൈമാണ് 24 അവേഴ്സ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഗ്രിയിൽ നിന്നും നെക്സ്റ്റ് ഡിഗ്രിയിലേക്ക് പോകണമെങ്കിൽ എർത്തിന് 4 മിനിറ്റ് 4 മിനിറ്റ്സ് വേണം. അങ്ങനെയാണെങ്കിൽ 1 അവർ, അതായത് ഒരു മണിക്കൂർ ക്രോസ് ചെയ്യാൻ എർത്തെടുക്കുന്ന ഡിഗ്രീസ് ആണ് 15 ഡിഗ്രീസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ്. അക്കോർഡിംഗ്ലി ദ എർത്ത് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 24 ടൈം സോൺസ് ഓഫ് 1 അവർ ഈച്ച്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് 24 ടൈം സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. This means each place has different time of sunrise and sunset. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം, ഓരോ സ്ഥലത്തും ഓരോരോ ഡിഫറെൻ്റ് ടൈം പീരീഡ് ആയിരിക്കും ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, പ്ലേസസ് ഈസ്റ്റ് ഓഫ് ദ ഗ്രീൻവിഷ് മെരീഡിയൻ എക്സ്പീരിയൻസ് ഡേ ഓർ സൺറൈസ് ഏർലിയർ ദാൻ ദ പ്ലേസസ് ലൈങ് വെസ്റ്റ് ഓഫ് ദിസ് മെരീഡിയൻ. നമുക്കറിയാം പ്രൈം മെരീഡിയൻ്റെ വാല്യൂ 0 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഈ 0 ഡിഗ്രിക്ക് ഈസ്റ്റിലോട്ട് പോകുന്തോറും ഓരോ മണിക്കൂർ 1 അവർ എഹഡ് ആയിരിക്കും, മുന്നോട്ടായിരിക്കും. വെസ്റ്റിലോട്ട് പോകുന്തോറും എന്തായിരിക്കും, 1 അവർ ബിഹൈൻഡ് ആയിരിക്കും, ബാക്ക്വേർഡ് ആയിരിക്കും അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് പ്ലേസസ് ഈസ്റ്റ് ഓഫ് ദ ഗ്രീൻവിഷ് മെരീഡിയൻ experience day or sunrise earlier than the places lying west of this meridian. In other words, time is ahead in the east than that in the west at the rate of 4 minutes per degree of longitude. അപ്പം 4 മിനിറ്റ് വെച്ച് നമ്മൾ കൗണ്ട് ചെയ്യണം അല്ലേ. പ്രൈമരീഡിയൻ്റെ ഈസ്റ്റിലോട്ട് പോകുന്തോറും ഈ ഡിഗ്രി കൂടുതലായിരിക്കും, ഓരോ മണിക്കൂർ കൂടി പോകും. ഇനി വെസ്റ്റിലോട്ട് പോകുന്തോറും എന്തായിരിക്കും, കുറഞ്ഞായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യവും അവരവരുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ടൈം കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ടൈം മെഷർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റഡി അബൌട്ട് സ്റ്റാൻഡേർഡ് മെരീഡിയൻ. The local time of a place which are different meridians are bound to differ. India's latitudinal extent, നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തും 36 ഡിഗ്രി 7 മിനിറ്റ് നോർത്തും ആണ്. ലോങ്ങിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ആൻഡ് 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് ആണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്താൽ 30 ഡിഗ്രി ആകും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഈസ്റ്റിലുള്ളത് ഏതാണ്? ഈസ്റ്റിലുള്ളത് അരുണാചൽ പ്രദേശാണ്, വെസ്റ്റിലുള്ളത് ഗുജറാത്തുമാണ്. അപ്പോൾ ഈ 2 പ്ലേസും തമ്മിൽ വളരെ വലിയൊരു ടൈം ഡിഫറൻസ് ഉണ്ടാകുന്നു. നിങ്ങൾ നോക്കിക്കേ, മാപ്പിൽ കാണുന്നത് കണ്ടോ, ദ ലോങ്ങിറ്റ്യൂഡിനൽ ഗ്യാപ്പ് ബിറ്റ്വീൻ അരുണാചൽ പ്രദേശ് ആൻഡ് ഗുജറാത്ത്. അപ്പോൾ 2 മണിക്കൂറിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം കീപ്പ് ചെയ്യുന്നത്. ഇനി എന്താണ് പ്രൈമരീഡിയൻ എന്ന് പറഞ്ഞാൽ? പ്രൈമരീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ലൈനാണ് ഓൺ ദ എർത്ത് ദാറ്റ് പാസസ് നോർത്ത് ടു സൗത്ത് ത്രൂ ദ ഗ്രീൻവിഷ് ഒബ്സർവേറ്ററി ഇൻ ലണ്ടൻ, ഇംഗ്ലണ്ട്. The primeridian divides the earth into eastern hemisphere and western hemisphere. What is the longitudinal value? 0 ഡിഗ്രി ആണ് പ്രൈമരീഡിയൻ്റെ വാല്യൂ. അപ്പം സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ടൈം ഓരോ രാജ്യത്തിനും അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. സോ വാട്ട് ഈസ് ദറ്റ് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ? 82.5 ഡിഗ്രി ഈസ്റ്റ്.
ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇ ആണ് അവിടെ നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം ഈ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ടൈമിലുള്ള കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ രാജ്യവും അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൈം കീപ്പ് ചെയ്യുന്നത്. To solve these problems, every country fixes its central meridian, which is considered as the standard meridian of that country. The local time of this meridian is considered standard for the whole country. It is called standard meridian. അപ്പം നമുക്കറിയാം നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ആ ടൈമാണ് സ്റ്റാൻഡേർഡ് മെരീഡിയൻ എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെരീഡിയൻ ആണ് 82.5 ഡിഗ്രി ഈസ്റ്റ്. നിങ്ങൾ കണ്ടോ, ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇൻ ഇന്ത്യ the longitude of 82.5 east is treated as the standard meridian and the local time. At this meridian is considered as a standard time for the whole country. It is also known as the Indian Standard Time, IST. നിങ്ങൾ കണ്ടോ, നമ്മുടെ എല്ലാം IST എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. Similarly, some countries have adopted more than one standard time due to their great longitudinal extent. അതിന് എക്സാമ്പിളാണ് റഷ്യ. റഷ്യയിൽ ഒന്നിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് ടൈം ഉണ്ട്. കാരണം എന്താണ്? ഒരു വലിയൊരു ലോങ്ങിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് ഉള്ളത് കൊണ്ടാണ്. റഷ്യ ഒരു വലിയ രാജ്യമായതുകൊണ്ടാണ് ഏകദേശം 11 സ്റ്റാൻഡേർഡ് ടൈംസ് കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് റഷ്യ. The earth has been divided into 24 time zones of 1 hour each. Each zone thus covers 15 degree of longitude. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ എർത്തിനെ 24 ടൈം സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് അല്ലേ. ഓരോ 15 ഡിഗ്രിയാണ് നമ്മൾ ഓരോ മണിക്കൂറിൽ കവർ ചെയ്യുന്നത്. 15 ഡിഗ്രി ഇൻറ്റു 4 എത്രയാണ്? 60 മിനിറ്റ് ആണ്. ദാറ്റ് ഈസ് 1 അവർ. അങ്ങനെ നമ്മുടെ എർത്തിനെ കംപ്ലീറ്റ് ആയിട്ടും ഒരു 24 ടൈം സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ വാട്ട് ഈസ് ദ ലോങ്ങിറ്റ്യൂഡിനൽ വാല്യൂ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ ചോദിച്ചാൽ എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെരീഡിയൻ. അപ്പം ഈ ഒരു ടൈമാണ് നമ്മുടെ ഹോൾ കൺട്രി ഫോളോ ചെയ്യുന്നത്. ഈ ഒരു ടൈമാണ്. See the mathematical calculation. Longitude and time are very related to each other. The rate of difference can be calculated as follows. The earth completes one rotation on its axis in 24 hours. One rotation of earth takes 360 degree longitude. That is 360 degree longitude in 24 hours. Or 15 degree longitude in 1 hour. Or 1 degree in 4 minutes. It means the time differences of places located 1 degree longitude apart will be 4 minutes. The earth has been divided into 24 ടൈം സോൺസ്. ഇനി ലാസ്റ്റ് ടോപ്പിക്ക് നോക്കിക്കേ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയും നമ്മുടെ ലണ്ടനും തമ്മിൽ ഒരു വലിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. കാരണം ലണ്ടൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അറിയാം? 0 ഡിഗ്രിയിലാണ് അല്ലേ. അതായത് പ്രൈമരീഡിയൻ ആണ്. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ഗ്രീൻവിഷ് ടൈമാണ് ലണ്ടൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ആ പ്രൈമരീഡിയൻ്റെ ഈസ്റ്റിലാണ് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം ഉള്ളത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? പ്രൈമരീഡിയന് ഈസ്റ്റിലോട്ട് പോകുന്നതോറും ഓരോ മണിക്കൂർ മുന്നോട്ടായിരിക്കും അല്ലേ. ടൈം ഓരോ മണിക്കൂർ അഹഡായിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയും ലണ്ടനും തമ്മിൽ ഒരു വലിയ ടൈം ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ 5:30 PM ആയിരിക്കുമ്പോൾ ലണ്ടനിൽ എത്രയായിരിക്കും സമയം? 12 noon ആയിരിക്കും. അപ്പോൾ അവിടെ വളരെ വലിയൊരു ടൈം ഡിഫറൻസ് വരുന്നുണ്ട് ഇന്ത്യയും ലണ്ടനും തമ്മിൽ. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളും നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന എക്സാമ്പിളും രണ്ടും പഠിച്ചിരിക്കണം. ഓക്കെ, നോക്കിക്കേ. റഷ്യയുടെ 11 ടൈം സോൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. റഷ്യ വിത്ത് 11 ടൈം സോൺസ്. ദാറ്റ് മീൻസ് റഷ്യ ഒരു വലിയ രാജ്യമായതുകൊണ്ടാണ് ഈ 11 ടൈം സോൺസ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ലണ്ടനിലും ഏകദേശം 6 ടൈം സോൺസ് കീപ്പ് ചെയ്യുന്നുണ്ട്. റഷ്യയിൽ 11 ടൈം സോൺസും. അപ്പം നമുക്കറിയാം ഈ ഇന്ത്യയും ലണ്ടനും തമ്മിലുള്ള ഈ ഒരു ടൈം ഡിഫറൻസ് എന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, let's study about the time difference between India and London. See this picture. നിങ്ങൾ കണ്ടോ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം? അതായത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് IST എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്.
കണ്ടോ, സെൻട്രൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്. അത് ഏത് സ്ഥലത്തൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്? മിർസാപൂർ ഇൻ ഉത്തർപ്രദേശ്. ഓക്കെ സ്റ്റുഡൻസ്, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട്. നമുക്ക് നോക്കാം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഈ ഡിഫറൻസ് എങ്ങനെയാണ് വന്നതെന്ന്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം പാസ് ചെയ്ത് പോകുന്നത് മിർസാപൂരിൽ കൂടെയാണ്, ഉത്തർപ്രദേശിൽ കൂടെയാണ്. ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച്. ഓക്കെ, വാട്ട് ഈസ് വെർ ഈസ് ഇന്ത്യ ലൊക്കേറ്റഡ്? നമ്മുടെ ഗ്രീൻവിച്ചിൻ്റെ ഈസ്റ്റിലോട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷൻ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം പാസ് ചെയ്ത് പോകുന്നത്. ദാറ്റ് മീൻസ് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇറ്റ്സ് ടൈം ഈസ് 5 hours and 30 minutes ahead of ഗ്രീൻവിച്ച്. അതായത് ലണ്ടനിലെ ടൈമിനെക്കാട്ടിൽ 5.5 മണിക്കൂർ മുൻപോട്ടായിരിക്കും നമ്മുടെ ടൈം പോകുന്നത്. സോ ഇറ്റ് വിൽ ബി 5:30 PM ഇൻ ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 noon അറ്റ് ലണ്ടൻ. അതുകൊണ്ടാണ് ലണ്ടനിൽ 12 noon ആകുമ്പോൾ നമുക്ക് 5:30 PM ആയിട്ട് മാറുന്നത്. വെൻ ദ ക്രിക്കറ്റ് മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് ലണ്ടൻ അറ്റ് 2 PM. അല്ലേ, ക്രിക്കറ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 മണിക്കായിരിക്കും. ദ ടൈം ഓഫ് മാച്ച് സ്റ്റാർട്ട് ഇൻ ഇന്ത്യ ഈസ് 7:30 PM. അപ്പം 2 മണിക്കായിരിക്കും ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ഇന്ത്യയിലോ 7:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. കബീർ വിൽ നോട്ട് ബി ഏബിൾ ടു സ്ലീപ് ദാറ്റ് നൈറ്റ് ബിക്കോസ് ദ മാച്ച് വിൽ ബി സീൻ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ നൈറ്റ്. കാരണം എന്താ, കബീറിന് ഉറങ്ങാനൊക്കെ ഇല്ല. കാരണം എന്താണ്, ഇന്ത്യയിൽ ആ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റിലായിരിക്കും, 7:30 PM അതുകൊണ്ടാണ് കബീറിന് ആ മാച്ച് കാണാൻ ഒക്കാത്തത്. അപ്പോൾ അതാണ് അവിടുത്തെ ഡിഫറൻസ് വന്നത്. അപ്പോൾ ഏകദേശം 5.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ആണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ വന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ അതൊന്നുകൂടി പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചൊക്കെ ഡൗട്ട് കാണും, അത് ക്ലിയർ ചെയ്ത് തരാം. Okay, thank you and have a nice day.